നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ നതാലിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വീട്ടുമുറ്റത്തും വഴിയരികിലും ഒക്കെ സാധാരണ കാണുന്ന ഒരു ചെടിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് തെറ്റിപ്പൂ എന്നാണ്. അതിൻ്റെ പൂക്കൾ വളരെ മനോഹരമാണ്. ഈ ചെറിയ പൂവിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങൾ പലർക്കും അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തെറ്റിപ്പൂവിൻ്റെ പ്രത്യേകതകൾ, ഈ ചെടിയുടെ ഗുണങ്ങൾ, എങ്ങനെ വളർത്താം. അതിനാൽ വീഡിയോ മുഴുവൻ കാണുക. തെറ്റിപ്പൂ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റിപ്പൂ ഒരു ചെറിയ അലങ്കാര ചെടിയാണ്. കേരളത്തിലെ തോട്ടങ്ങളിലും വീടുകളിലും മുന്നിലും സാധാരണയായി വളർത്തുന്നു. ഈ പൂവിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് പല കളർ, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ പല കളറിലായിട്ട് നമുക്ക് ചെറിയ പൂക്കൾ കൂട്ടമായിട്ട് വിരിയും. വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പൂവ് വീടുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ശരിക്കും വഹിക്കുന്നുണ്ട്. പിന്നെ തെറ്റിപ്പൂവിൻ്റെ പ്രധാന ഗുണങ്ങളെന്ന് വെച്ചാൽ, തോട്ടത്തിൻ്റെ സൗന്ദര്യം കൂട്ടും. തെറ്റിപ്പൂ വളരെ നിറമുള്ളതും ആകർഷകവുമാണ്. വീടിൻ്റെ മുന്നിൽ വളർത്തുമ്പോൾ തോട്ടം കൂടുതൽ, നമ്മുടെ ഗാർഡനൊക്കെ കൂടുതലും മനോഹരമാവും. കൂടുതൽ തേൻചീറ്റകളും ശലഭങ്ങളും ഒക്കെ വരും. ഈ പൂവ് കാരണം പല ശലഭങ്ങളും ഈ തോട്ടത്തിലേക്ക് വരും. ഈ പൂവാണെങ്കിൽ, ഈ തെറ്റിയുടെ പൂവാണെങ്കിൽ നമുക്ക് പൂജകളിൽ ഉപയോഗിക്കാം. കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലും വീടുകളിലെ പൂജകളിലും തെറ്റിപ്പൂ ഉപയോഗിച്ച് വരുന്നുണ്ട്. വളർത്താൻ വളരെ എളുപ്പം, വലിയ പരിചരണമില്ലാതെ തന്നെ ഈ ചെടി വളരും. ഇനി ഈ തെറ്റിപ്പൂ വളർത്തുന്ന വിധം ഞാൻ പറയാം. വളർത്താൻ വേണ്ടത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം, അതോടൊപ്പം സാധാരണ തോട്ടമണ്ണ്, ഇടയ്ക്കിടെ വെള്ളം കൊടുക്കുക. ചെറിയ കൊമ്പ് നട്ടാൽ പോലും ഈ ചെടി എളുപ്പത്തിൽ വളരും. ഇങ്ങനെയാണ് നമ്മുടെ ചുറ്റും സാധാരണയായി കാണുന്ന തെറ്റിപ്പൂ എന്ന മനോഹരമായ ചെടിയുടെ പ്രത്യേകതകൾ. നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഇത്തരത്തിലുള്ള കൂടിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.